ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം. ഒന്നാമത്തെ ഓപ്ഷൻ അഞ്ചുതെങ്ങ് കലാപം, രണ്ടാമത്തെ ഓപ്ഷൻ പഴശ്ശി വിപ്ലവം, മൂന്നാമത്തെ ഓപ്ഷൻ ആറ്റിങ്ങൽ കലാപം, നാലാമത്തെ ഓപ്ഷനാണ് മലബാർ കലാപം. നമ്മൾ LP-UP എക്സാം അല്ലാതെ മറ്റ് എക്സാമുകളിലും നിരവധി തവണ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? അതാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ കോട്ടയം രാജ്യത്തെ ഇളയ രാജാവായിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും എതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ഓപ്ഷൻ സി എന്ന് പറയുന്നത് കേരള സിംഹം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി പഴശ്ശിരാജ ആരംഭിച്ച ഗൊറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. പഴശ്ശിരാജയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം ഓപ്ഷൻ ബി ആണിവിടെ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടതിൽ ശരിയല്ലാത്തത്. ഏതാണ്? 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. അതാണ് യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഫസ്റ്റ് ഓപ്ഷൻ വൈകുണ്ഠസ്വാമികൾ, സെക്കൻഡ് ഓപ്ഷൻ ശ്രീനാരായണ ഗുരു, തേർഡ് ഓപ്ഷൻ ചട്ടമ്പി സ്വാമികൾ, ഫോർത്ത് ഓപ്ഷൻ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ഇത് നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ നിരവധി തവണ പഠിച്ചിട്ടുള്ളതാണ്. ചോദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നേരം നമുക്ക് ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ മേൽമുണ്ട് സമരം, SNDP. മൂന്നാമത്തെ ഓപ്ഷൻ സർവമത സമ്മേളനം, നാലാമത്തെ ഓപ്ഷൻ അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പം നമുക്കറിയാമല്ലേ, ശ്രീനാരായണ ഗുരുവുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? മേൽമുണ്ട് സമരമാണ്. മലബാർ കലാപത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഒന്നാമത്തേത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നത്. ബ്രിട്ടീഷുകാർക്ക് എതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നമ്മൾ നോക്കിയത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപം, വർഗീയ കലാപം എന്നിങ്ങനെ അറിയപ്പെട്ടു. കൂടാതെ മലപ്പുറം ജില്ലയിൽ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ശരിയാണ്. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. ഓക്കെ. അടുത്ത ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം? 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താരാപൂർ മഹാരാഷ്ട്ര, കൂടംകുളം ആന്ധ്രാപ്രദേശ്, കൽപ്പാക്കം തമിഴ്നാട്, കാക്രപ്പാറ ഗുജറാത്ത്. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് കൂടംകുളമാണ്, ആന്ധ്രാപ്രദേശ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ള ജോഡി. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ നൈൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരം ഏതാണ്? നൈൽ നദീതടത്തിൽ ഉടലെടുത്ത സംസ്കാരം ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരമാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബോലാൻ ചുരം.
ബോലാൻ ചുരത്തെ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് അറിയപ്പെടുന്നത്.